Hi all, this is Abhay from Propwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി പ്രൊപ്പോയ്സ് സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹലോ എവ്രിവൺ, 2024 CUET PGക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണല്ലോ നിങ്ങൾ. നിങ്ങൾക്ക് വേണ്ടിയാണ് ടാർഗറ്റ് CUET 2024 എന്ന പ്രോഗ്രാമുമായി പ്രപ്പോയ്സ് നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. ഇന്ന് ഈ സെഷനിൽ 2023 മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം എന്ന വിഷയത്തിൽ ചോദിച്ചിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളും അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം, അതുപോലെ തന്നെ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്, ആ ചോദ്യങ്ങൾക്കുള്ള ശരിയായ ഉത്തരം ഏതൊക്കെ രീതിയിൽ കണ്ടെത്താനാവും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. പ്രപ്പോയ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താഴെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദ്യങ്ങളിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, ദ ബുക്ക് പാസിംഗ് ഓഫ് ട്രഡീഷണൽ സൊസൈറ്റി വാസ് റിട്ടൺ ബൈ. പുസ്തകങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് CUET-യിൽ കണ്ടിട്ടുണ്ട്, അതും മാസ് കമ്മ്യൂണിക്കേഷൻ്റെ പേപ്പറിൽ. കൂടുതലായിട്ട് മീഡിയ, അതിൻ്റെ തിയറിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പുസ്തകങ്ങളെക്കുറിച്ചൊക്കെ അറിഞ്ഞു വയ്ക്കുക എന്നുള്ളത് നല്ലതാണ്. സോ ഈ ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. പാസിംഗ് ഓഫ് ട്രഡീഷണൽ സൊസൈറ്റി എന്ന് പറയുന്ന പുസ്തകം ആരുടേതാണ്? ദ ബുക്ക് പാസിംഗ് ഓഫ് ട്രഡീഷണൽ സൊസൈറ്റി വാസ് റിട്ടൺ ബൈ ഓപ്ഷൻ ശ്രീനിവാസ് മെൽക്കോട്ടെ, നൊവാം ചോംസ്കി, എൽഹു കാറ്റ്സ്, ഡാനിയൽ ലേർണർ. ഉത്തരം നോക്കാം. ഉത്തരം ഡാനിയൽ ലേർണർ എന്നാണ്. ആ പുസ്തകത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഫുൾ നെയിം വന്നിട്ട് ദ പാസിംഗ് ഓഫ് ട്രഡീഷണൽ സൊസൈറ്റി മോഡേണൈസിങ് ദ മിഡിൽ ഈസ്റ്റ്. മീഡിയയുടെ തിയറിയുമായിട്ടുള്ള കൾച്ചറൽ റിലേറ്റ് ചെയ്തിട്ടുള്ള മീഡിയ ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ വരുന്ന പുസ്തകമാണ്. സോ ഇതിന്റെ ഉത്തരം ഡാനിയൽ ലേർണർ എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, മാച്ച് ദ ഫോളോയിങ്. മാച്ച് ലിസ്റ്റ് 1, ലിസ്റ്റ് 2 മാച്ച് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ ലിസ്റ്റ് 1-ൽ കൊടുത്തിരിക്കുന്നത് കുറച്ച് മീഡിയ ഓർഗനൈസേഷൻ ആണ്. ലിസ്റ്റ് 2-ൽ കമ്പനീസിന്റെ നെയിമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് തമ്മിൽ മാച്ച് ചെയ്തിട്ട് ശരിയായ ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് പോസ്റ്റ്, വയർ, മിന്റ് ആൻഡ് വയോൺ, ഇതാണ് ലിസ്റ്റ് 1-ൽ തന്നിരിക്കുന്നത്. ലിസ്റ്റ് 2-ൽ SL ഗ്രൂപ്പ്, നെറ്റ്വർക്ക് 18, HT മീഡിയ, FIJ. സോ ഇങ്ങനെ മാച്ച് ചെയ്യാൻ വരുന്ന ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് നമുക്ക് ഉപകാരപ്പെടും. ഇപ്പോൾ ഫസ്റ്റ് പോസ്റ്റ് നെറ്റ്വർക്ക് 18 ആണെന്ന് നമുക്ക് അറിയാമെങ്കിൽ സെക്കൻഡ് ഉള്ള ഓപ്ഷൻസ് നോക്കാം. അപ്പോൾ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, അത് 2 ആണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നോക്കാം. ഓപ്ഷൻ ബി അല്ലെങ്കിൽ ഓപ്ഷൻ 2 ആണ് ആൻസർ. ഫസ്റ്റ് പോസ്റ്റ് ന്യൂസ് 18 നെറ്റ്വർക്ക്, വയർ ഫൗണ്ടേഷൻ ഓഫ് ഇൻഡിപെൻഡന്റ് ജേർണലിസം FIJ, ആൻഡ് മിന്റ് HT മീഡിയ, വയോൺ SL ഗ്രൂപ്പ്. ഓക്കെ, വയോൺ എന്ന് പറയുന്നത് വേൾഡ് ഈസ് വൺ ന്യൂസ് എന്ന് പറഞ്ഞൊരു ന്യൂസ് ഓർഗനൈസേഷൻ ആണ്. അത് ഓൺ ചെയ്തിരിക്കുന്നത് SL ഗ്രൂപ്പാണ്. സോ ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം, 2 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? അത് ഒരു സ്റ്റേറ്റ്മെന്റ് ആവാം, 2 സ്റ്റേറ്റ്മെന്റും ശരിയാവാം. അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ആണ് താഴെ തന്നിരിക്കുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് 1, ലതാ മങ്കേഷ്കർ വാസ് awarded ഭാരത് രത്ന. സ്റ്റേറ്റ്മെന്റ് 2, ഡോക്ടർ CNR റാവു വാസ് ഓൾസോ awarded ഭാരത് രത്ന. സോ ഭാരത് രത്ന അവാർഡ്സിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. സോ ഒരുപാട് അവാർഡ്സ് നമുക്ക് നമ്മുടെ സിലബസിന്റെ ഭാഗമായിട്ട് കവർ ചെയ്യാനുണ്ട്. അതിലൊന്നാണ് ഭാരത് രത്ന. ഇന്ത്യയിലെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ് ഭാരത് രത്ന. സോ ഇവരിൽ ലതാ മങ്കേഷ്കർ ആൻഡ് CNR റാവു. സോ നമുക്ക് ആൻസർ നോക്കാം. ഇവരിൽ 2 പേർക്കും ഭാരത് രത്ന ലഭിച്ചിട്ടുണ്ട്. ലതാ മങ്കേഷ്കറിന് 2001-ലും, CNR റാവു അദ്ദേഹം ഒരു ഇന്ത്യൻ കെമിസ്റ്റ് ആയിരുന്നു. 2013-ലാണ് അദ്ദേഹത്തിന് ഭാരത് രത്ന കിട്ടുന്നത്. സോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ആൻസർ 1, ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ കറക്റ്റ്, ബിക്കോസ് 2 പേർക്കും ഭാരത് രത്ന ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ,
Dash are freelance photographers who pursue celebrities aggressively and persistently in order to take candid photos of them. So, ഇത് നമ്മൾ കൂടുതലായിട്ട് സോഷ്യൽ മീഡിയാസിലൊക്കെ കണ്ടുവരുന്ന ഒരു ടൈപ്പ് കോണ്ടന്റ് ആണ്. സെലിബ്രിറ്റീസിനെ ഫോളോ ചെയ്ത് അവരുടെ കാൻഡിഡ് ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത്. സോ അവരെ നമ്മൾ പ്രത്യേക ഒരു പേര് പറഞ്ഞിട്ടാണ് വിളിക്കുക. ആ പേരെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ വോക്സ് പോപ്പ് അല്ല. വോക്സ് പോപ്പ് കൈൻഡ് ഓഫ് ഒരു ഷോ ആണ്. അതുപോലെ പാം പൈലറ്റ് എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ മോഡൽ ഒരു സാധനമാണ്. അതുപോലെ പാന്റോണിയം എന്ന് പറയുന്നത് ഒരു ചിൽഡ്രൻസ് തിയേറ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടേം ആണ്. സോ ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഓപ്ഷൻ 4 പാപ്പരാസി എന്നുള്ളതാണ്. ഓക്കെ, ഇത് വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ബിക്കോസ് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന ഒരു ടേമാണ് ഈ പാപ്പരാസി എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ റോട്ട് ദ ബുക്ക്? അഗെയിൻ ഒരു ബുക്കിനെ കുറിച്ചുള്ള ചോദ്യമാണ്. മെൻ, മീഡിയ ആൻഡ് മെസ്സേജ്. ഇത് കമ്മ്യൂണിക്കേഷൻ ഫീൽഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. അതുപോലെ ഇതിന്റെ ഓതറും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ തിയറീസ്, മോഡൽസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. സോ ഓപ്ഷൻ 1 മാർഷൽ മക്ലൂഹാൻ, തോമസ് ഫ്രാഡ്മാൻ, വിൽബർ സ്കാം ആൻഡ് ജർജൻ ഹെബമാസ്. അപ്പോൾ ഇതിന്റെ ആൻസർ നോക്കാം. വിൽബർ സ്കാം. അദ്ദേഹത്തിന്റെ ഒരുപാട് മീഡിയ തിയറീസ്, ലോസ്, മോഡൽസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. സോ വിൽബർ സ്കാം ആണ് മെൻ, മീഡിയ ആൻഡ് മെസ്സേജ് എന്ന് പറയുന്ന ബുക്കിന്റെ ഓത്തർ. അദ്ദേഹത്തിന്റെ വേറെ കുറച്ച് ബുക്സ് ആണ് മാസ് മീഡിയ ഇൻ മോഡേൺ സൊസൈറ്റി, ക്വാളിറ്റി ഓൺ എഡ്യൂക്കേഷൻ ടെലിവിഷൻ, സർക്കുലേഷൻ ഓഫ് ന്യൂസ് ഇൻ ദി തേർഡ് വേൾഡ്. അപ്പോൾ വിൽബർ സ്കാമിന്റെ ബുക്സ് കുറച്ച് നന്നായി റിമെമ്പർ ചെയ്ത് വെക്കുക. മെൻ, മീഡിയ ആൻഡ് മെസ്സേജും പിന്നെ താഴെ കൊടുത്തിരിക്കുന്ന കുറച്ച് ബുക്സ്. അടുത്ത ചോദ്യം, ഇത് വീണ്ടും ഒരു ബുക്കിനെ കുറിച്ചുള്ള ചോദ്യമാണ്. ജോർജ് ഓർവെൽസ് ബുക്ക്. സോ ഒരു ബുക്കിനെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം പല ഡിഫറെന്റ് ഫോമിലാണ് ചോദിക്കുന്നത്. ഒന്നല്ലെങ്കിൽ അതിന്റെ ഓതർ ആരാണെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആ ബുക്കിന്റെ കോണ്ടന്റിനെ കുറിച്ചിട്ടാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ജോർജ് ഓർവെൽസ് ബുക്ക് 1984 is based on propaganda. George Orwell's book 1984 is based on Sikh rights. So option 1 നോക്കാം. Statement 1 and 2 are correct. 1 and 2 are incorrect. അങ്ങനെയാണ് ഓപ്ഷൻസ് പോകുന്നത്. സോ ജോർജ് ഓർവെൽസിന്റെ ഈ ബുക്ക് കൂടുതലായിട്ട് പറയുന്നത് പ്രൊപ്പഗാൻഡയെ കുറിച്ച് തന്നെയാണ്. സോ ഓപ്ഷൻ 3 ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് ചെക്ക്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ് എന്നുള്ളതാണ്. സോ ജോർജ് ഓർവെൽസ് ബുക്ക് 1984 ഈസ് ബേസ്ഡ് ഓൺ പ്രൊപ്പഗാൻഡ. അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു ഡാറ്റ റിലീസ്ഡ് ബൈ ദ IMF International Monetary Fund, which country's economy has become 5th largest economy in the world, leaving Britain ahead? ഇത് കറണ്ട് അഫയേഴ്സിന്റെ പോർഷനിൽ വരുന്ന ഒരു ചോദ്യമാണ്. സോ 2022 or 23 ആ സമയത്ത് റീസെന്റ് ആയിട്ട് നടന്നൊരു കാര്യമാണ്. അതുകൊണ്ട് കറണ്ട് അഫയേഴ്സിന്റെ ടോപ്പിക്കിൽ വരുന്ന ചോദ്യമാണ്. സോ ആൻസർ നോക്കാം. ഇന്ത്യയാണ് ആൻസർ. 3 ഇന്ത്യയാണ്. IMFന്റെ ഏറ്റവും അതായത് അവരുടെ ഡാറ്റ പ്രകാരം ഇന്ത്യയിലെ 5th ലാർജസ്റ്റ് എക്കണോമി എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ബ്രിട്ടനെ പുറകിലാക്കി എന്നുള്ളതാണ് അതിലെ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ബാക്കി 4 രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ US, ചൈന, ജപ്പാൻ ആൻഡ് ജർമ്മനി. അതിനുശേഷം വരുന്ന 5th കൺട്രി ആയിട്ടാണ് ഇന്ത്യ വരുന്നത്. സോ answer 3, India is the right answer. Next question, the Digital India program started in which year? Digital India program എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ ഒരു പ്രോഗ്രാം ആണ്. അത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏത് ഇയറിൽ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി 2015 ആണ്. 2015 ആണ്. സോ എന്താണ് ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാം? ഡിജിറ്റൽ ഇന്ത്യ is a flagship program of government of India with a vision to transform India into a digitally empowered society and knowledge economy. So ഇത് 2015 ജൂലൈ 1 ലോഞ്ച് ചെയ്ത
ഒരു പ്രോഗ്രാമാണ് ലോഞ്ച് ഇനോഗ്രേറ്റഡ് ബൈ PM നരേന്ദ്ര മോദി. സോ ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അത് കേസ് ഒരു സുപ്രീം കോർട്ടിലുണ്ടായ ഒരു കേസാണ്. സോ 1973 ആ കേസ് എന്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് ആയിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ റൈറ്റ് ടു പ്രൈവസി, ഫ്രീഡം ഓഫ് സ്പീച്ച്, റൈറ്റ് ടു ലൈഫ്, ബേസിക് സ്ട്രക്ചർ, ഡോക്ട്രിൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. സോ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കേസാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന കേസ്. ഇതിന്റെ ആൻസർ നോക്കാം. ആൻസർ ഓപ്ഷൻ 4, ബേസിക് സ്ട്രക്ചർ. ഭരണഘടനയുടെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ ആൻഡ് അതിന്റെ ഡോക്ട്രിൻ പ്രിൻസിപ്പിളും ആയിട്ട് അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കേസാണ്. അപ്പൊ അതിന്റെ ജഡ്ജ്മെന്റിന്റെ ലിങ്ക് ആണ് ഈ കാണുന്നത്. ഇഫ് യു വാണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്താൽ ഫുൾ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. നമുക്ക് ടൈം കൺസ്ട്രെയിൻസ് കാരണം ഡീറ്റെയിൽ ആയിട്ട് ആ കേസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നതാണ്. സോ ഈ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. So that's the answer for the question. Keshavananda Bharati versus State of Kerala, a case 1973, is related to basic structure, doctrine of the Constitution. Next, identify the correct sequence of evolution of models of communication. Models of communication, according to CET syllabus, cover ചെയ്യേണ്ട ഒരു പോർഷൻ ആണ്. കുറച്ച് അധികം മോഡൽസും, അതായത് ഒരു നോർമൽ കാറ്റഗറി ഉണ്ട്, അതിനകത്ത് സബ് കാറ്റഗറീസ് ഓഫ് മോഡൽ, അങ്ങനെ മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പക്ഷെ വൺസ് നമ്മൾ ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ നിൽക്കും. സോ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ് മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ തിയറീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ്. സോ ഇവിടെ വന്നിരിക്കുന്നത് സീക്വൻസ് ഓഫ് എവല്യൂഷൻ ഓഫ് മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. സർക്കുലർ മോഡൽ, 2-step മോഡൽ, ലീനിയർ മോഡൽ, ഹെലിക്കൽ മോഡൽ. ഓക്കെ, ഇതിന്റെ ആൻസർ നോക്കാം. എപ്പോഴും ആദ്യമായിട്ട് വന്നിട്ടുള്ള മോഡൽ ലീനിയർ മോഡലാണ്. ലീനിയർ മോഡൽ ഇൻ ദ സെൻസ് കമ്മ്യൂണിക്കേഷനിൽ ഫീഡ്ബാക്ക് ഇല്ലാത്തൊരു മോഡലാണ് ലീനിയർ മോഡൽ. സോ അതിൻ്റെ ആ ലീനിയർ എന്നുള്ള ടേമിൽ തന്നെ നമുക്കതൊരു വൺ വേ കമ്മ്യൂണിക്കേഷൻ്റെ മോഡലാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ ലീനിയർ മോഡലായിരിക്കും ആദ്യം വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഓപ്ഷൻ 1 and 3 അല്ല, ദെൻ 2 and 4 അതിലേതോ ഒരു ഓപ്ഷനാണ്. സോ ലീനിയർ മോഡലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനകത്ത് തന്നെ അരിസ്റ്റോട്ടലിന്റെ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതാണ് ഏറ്റവും ആദ്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മോഡൽ എന്ന് പറയുന്നത്. പിന്നെ ലാസ്വെൽസ് കമ്മ്യൂണിക്കേഷൻ ഓഫ് മോഡൽ, ബെർലോസ് SMCR മോഡൽ, ഷാനോൺ ആൻഡ് വീവർ മോഡൽ, അങ്ങനെ ഒരു 4 കൈൻഡ് ഓഫ് മോഡൽ ലീനിയർ മോഡലിൽ വരുന്നുണ്ട്. പിന്നെ 2-step മോഡൽ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ 2 സ്റ്റെപ്പായിട്ട് ആ ഒരു പ്രോസസ്സ് പറയുന്ന ഒരു മോഡലാണ് കമ്മ്യൂണിക്കേഷൻ മോഡൽ, 2-step മോഡൽ എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് സർക്കുലർ മോഡൽ. സർക്കുലർ മോഡൽ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഒരു സർക്കുലർ പ്രോസസ്സാണ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അതായത് ഒരു സെൻഡർ മെസ്സേജ് റിസീവർക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ഫീഡ്ബാക്ക് ആയിട്ട് വീണ്ടും അതേ പ്രോസസ്സ് തന്നെ ഇങ്ങനെ സൈക്കിൾ പോലെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനൊരു സർക്കുലർ റെപ്രസെൻറ്റേഷനിൽ പറയുന്നതാണ് സർക്കുലർ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഹെലിക്കൽ മോഡൽ അതൊരു കമ്മ്യൂണിക്കേഷൻ്റെ എവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതാണ്. അതാണ് ഏറ്റവും ലാസ്റ്റ് വരുന്ന മോഡലാണ് ഹെലിക്കൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ആൻസർ 2, അതായത് ലീനിയർ മോഡൽ ഫസ്റ്റ്, അത് കഴിഞ്ഞ് 2-step മോഡൽ, പിന്നെ സർക്കുലർ മോഡൽ കമ്മ്യൂണിക്കേഷൻ വരുന്നു. അതിനുശേഷം ഏറ്റവും ഒടുവിലായിട്ടാണ് ഹെലിക്കൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. സോ ആൻസർ 2 ആണ്, CBAD. ലീനിയർ മോഡൽ, 2-step മോഡൽ, സർക്കുലർ മോഡൽ ആൻഡ് ഹെലിക്കൽ മോഡൽ. അതാണ് ആ ഒരു സീക്വൻസ് ഓഫ് എവല്യൂഷൻ ഓഫ് മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്.